63 വയസ്സ് വരെയാണ് അദ്ദേഹം ജീവിച്ചതെന്നാണ് ചരിത്രം നമ്മളോട് പറയുന്നത്. ഈ 63 വയസ്സിൽ അദ്ദേഹം പറഞ്ഞ ഒരു വ്യാജം നിങ്ങൾക്ക് കാണിച്ചു തരാമെങ്കിൽ ഞങ്ങളത് അംഗീകരിക്കാം. പറ്റുമോ? അല്ല, പറഞ്ഞിട്ട് കാര്യമല്ലോ, പറയണതിന് തെളിവ് വേണമല്ലോ. മുഹമ്മദ് നബി വ്യാജവാദിയാണ്. ഓക്കെ, നിങ്ങൾ പറഞ്ഞോളൂ, വ്യാജവാദിയാണ്. ആ വ്യാജം ഏതാണ്? അദ്ദേഹം പറഞ്ഞ ഏതു കാര്യമാണ് വ്യാജം? അങ്ങനെ ചോദിച്ചാൽ മറുപടിയില്ല. അപ്പോൾ വേറെ ചോദ്യങ്ങൾ കൊണ്ടുവന്നതിനെ നേരിടാനാണ് ചിലരൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മുസ്ലിങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയുന്ന ചില കാര്യങ്ങളുണ്ട്. മുഹമ്മദ് നബി ലോകത്തിന് പഠിപ്പിച്ചത് കുറേ വിശ്വാസ കാര്യങ്ങളും കുറേ കർമ്മ പദ്ധതികളുമാണ്. ഈ വിശ്വാസ കാര്യങ്ങളിൽ ഏതൊക്കെയായിരുന്നു വ്യാജം? അദ്ദേഹം നടപ്പിൽ വരുത്തിയ കർമ്മ പദ്ധതികളിൽ ഏതൊക്കെയായിരുന്നു വ്യാജം? ഒന്ന് ചൂണ്ടിക്കാണിക്കാം. എങ്കിൽ അദ്ദേഹം വ്യാജവാദിയാന്ന് പറഞ്ഞ് നമുക്ക് അംഗീകരിക്കാം. വിശ്വാസ സംബന്ധമായി അദ്ദേഹം പഠിപ്പിച്ച കാര്യങ്ങൾ ധാരാളമുണ്ട്. മുസ്ലിം പണ്ഡിതന്മാർ അതിനെ 3 ഗ്രൂപ്പാക്കി അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തൗഹീദ്, റിസാലത്ത്, ആഖിറത്ത്. ഇത് 3ൽ ഉൾക്കൊള്ളാത്ത ഒരു വിശ്വാസവും അദ്ദേഹം പഠിപ്പിച്ചില്ല. വളരെ ഷോർട്ടാക്കിയിട്ട് 3ആയി നമുക്കതിനെ വേർതിരിക്കാൻ പറ്റും. ഈ പ്രപഞ്ചത്തെയാകമാനം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഒരു സ്രഷ്ടാവുണ്ടെന്നും ആ സ്രഷ്ടാവിനെ മാത്രമേ ആരാധിക്കാവൂ എന്നും പഠിപ്പിച്ചു. അതിന് തൗഹീദ് എന്നൊരു പദത്തിലാണ് മുസ്ലിം പണ്ഡിത ലോകം അതിനെ വ്യവഹരിക്കുന്നത്. ചോദിക്കട്ടെ, ഇത് വ്യാജമാണെന്ന് നിങ്ങൾക്ക് വാദമുണ്ടോ? മുഹമ്മദ് നബി വ്യാജമാണോ എങ്കിൽ അദ്ദേഹം ആദ്യം പഠിപ്പിച്ചത് അതാണ്. ഏത് പണ്ഡിതന്മാരോട് നിങ്ങൾക്ക് ചോദിക്കാം, മുഹമ്മദ് നബി ആദ്യം പഠിപ്പിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വാക്കാണ്, വാചകമാണ്. അതിനാണ് ഞങ്ങൾ തൗഹീദ് എന്ന് പറയണത്. പ്രപഞ്ചമാസകലം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഏകനായ ഒരു സ്രഷ്ടാവുണ്ട് എന്ന് അദ്ദേഹം പഠിപ്പിച്ചു. ആ സ്രഷ്ടാവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഇതിലേതാ വ്യാജം? അങ്ങനെ സ്രഷ്ടാവ് ഇല്ല എന്നാണോ നിങ്ങളുടെ അഭിപ്രായം? ഇല്ല എന്ന് പറയാൻ ധൈര്യമുള്ള യമുക്കളോ നവനാസ്തികരോ ഇന്ന് കേരളത്തിൽ വളരെ കുറവാണ് എന്ന് നിങ്ങളിപ്പോൾ മനസ്സിലാക്കാം. ആദ്യം അവരത് പറഞ്ഞുകൊണ്ട് നടന്നു, ദൈവമൊന്നുമില്ല, അതൊക്കെ വെറുതെ പറയുവാണ് എന്ന് പറഞ്ഞുകൊണ്ട് കടന്നിരുന്നു. കൃത്യമായി മറുപടി ചെന്നപ്പോഴേ ഇപ്പൊ കുറെ നാസ്തികന്മാർ പറയണത് അങ്ങനെ ഇല്ല എന്ന് പറയാൻ നിർവാഹമില്ല. നിങ്ങളുടെ ഈ തിരുവനന്തപുരത്ത് ഒരാളുണ്ടല്ലോ, സി രവിചന്ദ്രൻ എന്ന് പറയണേ, ഇവിടുത്തെ എങ്ങാണ്ട് ഇത് ഒരു കോളേജിൽ ഒരു ഇംഗ്ലീഷ് പ്രൊഫസർ ഇല്ലേ, അങ്ങേര് പറയണത് അങ്ങനെ ദൈവം തീരെ ഇല്ല എന്ന് പറയാൻ അത് പറ്റില്ല, ഉണ്ടാകാതിരിക്കാനാണ് സാധ്യത. കൊള്ളാം, ഉണ്ടാകാതിരിക്കാനാണ് സാധ്യത. അല്ല, ഇല്ലെന്ന് പറ, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയാം, ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാം, ഉറപ്പില്ല. ഇദ്ദേഹത്തിൻ്റെ ഒരു ഗുരുവുണ്ട്, ഇംഗ്ലീഷുകാരൻ റിച്ചാർഡ് ഡോക്കിൻസ്. അയാളാണ് ലോകത്തിൽ നവനാസ്തികതയുടെ പിതാവ്. പിതാവെന്നോ അമരക്കാരനെന്നോ പല പേരിൽ വിളിക്കണ ഒരാളുണ്ട്. ദ ഗോഡ് ഡെല്യൂഷൻ എന്ന പേരിൽ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിനകത്ത് വലിയ നേതാവ് പറയണത് ദൈവം, ഇയാൾ പറഞ്ഞതുപോലെ തന്നെ, ദൈവം ഉണ്ടാകാതിരിക്കാനാണ് സാധ്യത. എങ്ങനെ? ഇല്ല എന്നല്ല, ഉണ്ടാകാതിരിക്കാനാണ് സാധ്യത. ചിലയിടത്ത് അയാൾ പറയണു ഞാനൊരു അഗ്നോസ്റ്റിക്കാണ്. അഗ്നോസ്റ്റിക് മീൻസ് ദൈവമുണ്ടോ ഇല്ല എനിക്ക് അറിഞ്ഞൂടാ. അതന്നെ, നിഷേധിക്കാൻ ധൈര്യമില്ല. പണ്ട് കാലത്ത് ചില നിരീശ്വരവാദികൾ ഉണ്ടായിരുന്നു, അവർ ദൈവം ഇല്ല എന്നൊക്കെ ധൈര്യത്തിൽ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഈ ശാസ്ത്രമൊക്കെ വികസിച്ച് വലുതായപ്പോഴേ ദൈവം ഇല്ല എന്ന് പറയാനുള്ള ചങ്കൂറ്റം അങ്ങ് പോയി, പറ്റണില്ല. കൃത്യമായ മറുപടി വന്നപ്പോഴേ കേരളത്തിൽ വേറെയും കുറെ ആളുകളുണ്ട്, നവനാസ്തികന്മാർ. അവർ പറയണത് ദൈവം ഉണ്ടോ ഇല്ലേ ആ ചർച്ചയ്ക്ക് ഞങ്ങളില്ല. മുഹമ്മദ് നബി 9 പെണ്ണ് കെട്ടി, അതിനെക്കുറിച്ച് നിങ്ങൾ ചർച്ചയ്ക്കുണ്ടോ എന്ന് ചോദിക്കും. അവര് ദൈവത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഒരു ധൈര്യവും ഇല്ല, കാരണം അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റണില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, മുഹമ്മദ് നബി ഈ സമൂഹത്തെ പഠിപ്പിച്ച ഏറ്റവും അടിസ്ഥാനപരമായ വസ്തുത ലാ ഇലാഹ ഇല്ലല്ലാ എന്നതാണ്.
ഈ പ്രപഞ്ചത്തെ ആകമാനം സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ഏകനായ ഒരു സ്രഷ്ടാവുണ്ട്. ആ സ്രഷ്ടാവിനെ മാത്രം ആരാധിക്കുക എന്ന തൗഹീദാണ് അദ്ദേഹം പഠിപ്പിച്ചത്. അങ്ങനെ ഒരു സ്രഷ്ടാവില്ല എന്ന് പറയാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എന്തടിസ്ഥാനത്തിലാണ് മുഹമ്മദ് നബി വ്യാജനാണെന്ന് നിങ്ങൾ പറയണത്? മറ്റെന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? വേറെ ഏതോ മുഹമ്മദ് നബി പറഞ്ഞ വേറെ ഏതോ ഒരു കാര്യം അത് വ്യാജമാണ്, അത് ശരിയല്ല. എന്നാൽ രണ്ടാമത്തെ കാര്യം എടുക്കാം. മുഹമ്മദ് നബി പറഞ്ഞു, ഈ സ്രഷ്ടാവായ ദൈവം നിരവധി പ്രവാചകന്മാരെ ലോകത്തേക്ക് അയച്ചിട്ടുണ്ട്. ഞാൻ അവരിൽ അവസാനത്തെ പ്രവാചകനാണ്. ഇതിന് ഞങ്ങൾ റിസാലത്ത് എന്ന് പറയും, പ്രവാചകത്വ ദൗത്യം. അവിടെ വരുമ്പോൾ നിങ്ങൾക്ക് എന്താക്കാം? മുഹമ്മദ് വ്യാജനാണ് എന്ന് പറയാം. മുഹമ്മദ് നബി താൻ പ്രവാചകനാണെന്നും അവസാനത്തെ പ്രവാചകനാണെന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അത് വ്യാജമാണ് എന്ന് പറയാം. അപ്പോ അത് സംബന്ധിച്ച് കുറച്ച് ഡീറ്റെയിൽസ് പറയാനുണ്ട്, ശേഷം വരും. അതിനിടയ്ക്ക് ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ ഈ രണ്ടാമത്തെ ഭാഗത്തേക്ക് തിരിച്ചു വരും. മൂന്നാമത് പറഞ്ഞ കാര്യം പരലോകമാണ്. ഈ ലോകം ഈ കാണുന്നത് പോലെ നിലനിൽക്കുകയൊന്നുമില്ല, ഇത് കുറെ കഴിയുമ്പോൾ അങ്ങ് തകർന്നു പോകും, അത് രണ്ടാമത് വീണ്ടും ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ലോകാവസാനം, ഒരു മറുലോകത്തിന്റെ നിർമ്മിതിയെക്കുറിച്ചുള്ള സംസാരം അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. അത് വ്യാജമാണെന്ന് പറയുന്ന ഒരു കാലം ഉണ്ടായിരുന്നു, വിവരമില്ലാത്ത കാലം. ഈ ലോകം എല്ലാ കാലത്തും ഇങ്ങനെ തന്നെ നിലനിൽക്കും, ഇത് നശിക്കാനൊന്നും പോണില്ല എന്ന് ആർജവത്തോടെ പറയാൻ ധൈര്യമുള്ള വല്ല നിയോ ഏത്തിസ്റ്റുകളും ഇന്ന് കേരളത്തിലോ ലോകത്ത് എവിടെയോ ഉണ്ടോ? ഈ ലോകം നശിക്കുകയൊന്നുമില്ല പറഞ്ഞവര് നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ലോകം നശിക്കില്ല, ഇതിങ്ങനെ തന്നെ നിലനിൽക്കുമെന്ന്? പറയാൻ കഴിയില്ല. ഫിസിക്സിന്റെ പുതിയ കണ്ടെത്തലുകൾ അനുസരിച്ച് ഈ ലോകം നശിക്കാൻ പോകുന്നു. ഏതൊക്കെ രൂപത്തിൽ ഇത് നശിക്കാം, അതിന് പല സാധ്യതകളും ശാസ്ത്രം നമ്മുടെ മുമ്പിൽ വെക്കുന്നുണ്ട്. അതിൻ്റെയും ഡീറ്റെയിൽസിലേക്ക് പോകാൻ ഞാനില്ല, പോയി കഴിഞ്ഞാൽ നമുക്ക് സമയം തികയില്ല. ലോകം നശിക്കും. ഒരു ശാസ്ത്രകാരനും മര്യാദക്ക് ഫിസിക്സ് പഠിച്ച, ഭൗതിക ശാസ്ത്രം പഠിച്ച ഒരു ശാസ്ത്രകാരനും അഭിപ്രായ വ്യത്യാസമില്ല, ഇതൊക്കെ തകർന്ന് നശിച്ചു പോകും. ഒരു നിശ്ചിത കാലം വരെ ഈ സാധനം ഓടുകയുള്ളൂ, അതിനപ്പുറത്തേക്ക് ഇത് ഓടൂല, അതിനുള്ള ശക്തി അതിനില്ല. ഇതിനെ നശിപ്പിക്കാനുള്ള ശക്തി ഇതിനകത്ത് തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് പുതിയ കണ്ടുപിടുത്തം വരുന്നത്. അതുകൊണ്ട് ലോകം തകരുകയില്ല, അവസാനിക്കുകയില്ല, അങ്ങനെ ഒരു അവസാന നാളൊന്നും ഇല്ല എന്ന് പറയാനുള്ള ധൈര്യമൊന്നും ഇപ്പൊ ആർക്കും ഇല്ല. ആ ലോകം ഇനി രണ്ടാമത് ഉണ്ടാകുമോ? അത് ദൈവവിശ്വാസമായിട്ട് ബന്ധപ്പെട്ടതാ. നിങ്ങൾ ദൈവം ഉണ്ടോ ഇല്ലേ എന്ന് ആദ്യം പറ, അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് തീരുമാനിക്കാം. ദൈവം ഉണ്ടെന്ന് പറഞ്ഞാൽ ഇതിന് ഉത്തരം കിട്ടും, ഇല്ലെന്ന് പറഞ്ഞാൽ വേറെ ചർച്ച നടത്താം. ചുരുക്കത്തിൽ വിശ്വാസപരമായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തിന് മുമ്പിൽ സമർപ്പിച്ച കാര്യങ്ങൾ അത് വ്യാജമാണ് എന്ന് പറയാൻ വിവരമുള്ള ഒരാൾക്കും ഇന്നത്തെ ലോകത്ത് സാധ്യമല്ല. ഏതാനും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അതൊക്കെ സാധിച്ചിരുന്നു, അത്രയേ നമ്മുടെ വിവരം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ കുറേയൊക്കെ വിവരം കൂടിയപ്പോൾ അത് നിഷേധിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്കാണ് യഥാർത്ഥത്തിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മുഹമ്മദ് നബിയുടെ പ്രവാചകത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വ്യാജാരോപണം നടത്താം. അദ്ദേഹം പ്രവാചകനൊന്നുമല്ല എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം, അത് അദ്ദേഹം പറഞ്ഞത് കളവാ. അത് പറയാനുള്ള ഒരു ചാൻസ് ഉണ്ട്, പക്ഷെ പറയുന്നത് യുക്തിഭദ്രമായിരിക്കണം. വളരെ യുക്തിഭദ്രമായി ഉത്തരങ്ങൾ പറയണം. ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ, മുഹമ്മദ് നബി എന്തിനാണ് താൻ പ്രവാചകനാണെന്ന കള്ളം പറഞ്ഞത്? എന്താ അതുകൊണ്ട് നേട്ടം അദ്ദേഹത്തിന്? അല്ല, ഒരാൾ ഒരു കള്ളം പറയണത് എന്തിനാ? കള്ളം പറയുക, ചതി കാണിക്കുക, വഞ്ചന കാണിക്കുക, കാപട്യം കാണിക്കുക, ഇതൊക്കെ മനുഷ്യർ ചെയ്യാറുണ്ട്. പക്ഷെ അതിന്റെ പിന്നിൽ ഒരു ലക്ഷ്യം ഉണ്ടാവും. വെറുതെ ഒരാളോട് കളവ് പറയോ? കളവ് പറയുന്നതിന് പിന്നിൽ ഒരു ലക്ഷ്യം കാണും. ഒരാൾ ചതി കാണിക്കണമെങ്കിൽ ചതിക്ക് പിന്നിൽ ഒരു ലക്ഷ്യം കാണും.
മുഹമ്മദ് നബി താൻ പ്രവാചകനാണെന്ന് പറഞ്ഞത് വ്യാജമാണ്, കള്ളമായിരുന്നുവെങ്കിൽ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എന്തിനായിരുന്നു അദ്ദേഹം അങ്ങനെ ഒരു കള്ളം ലോകത്തോട് പറഞ്ഞത്? അതുകൊണ്ട് അദ്ദേഹത്തിനുണ്ടായ നേട്ടങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ നാട്ടിൽ കള്ളം പറഞ്ഞും ചതിച്ചും വെട്ടിപ്പ് നടത്തിയും വലിയ പണക്കാരാവുക, വലിയ സ്വാധീന ശക്തി. ഇപ്പോൾ എന്താണ് വോട്ട് ചോരി എന്നൊക്കെ പറഞ്ഞ് നടക്കണില്ലേ? വോട്ട് കട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് രാഷ്ട്രീയ രംഗത്ത് വലിയ ചർച്ചകൾ നടക്കുന്നത്. വോട്ട് കട്ടത് എന്തിനാ? പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നും ഇല്ലാതെയാണ് എന്തിനാ ഈ കള്ളം നടത്തുന്നത്? കള്ളം നടത്തുന്ന അധികാരം കിട്ടാൻ. വോട്ടിൽ കള്ളങ്ങൾ നടത്തി അധികാരത്തിലേറുക. ഒന്നുകിൽ അധികാരം, അതല്ലെങ്കിൽ പണം, അതല്ലെങ്കിൽ സുഖിച്ച് ജീവിക്കാനുള്ള എന്തെങ്കിലും ഒരു അവസരം. ഇതിനൊക്കെ അല്ലാതെ മനുഷ്യനെന്തിനാ കള്ളം പറയുന്നത്? കള്ളം പറയുന്നതിന് പിന്നിൽ ലക്ഷ്യങ്ങൾ ഉണ്ടാവണം. അതാണ് മനുഷ്യന്റെ യുക്തിയും ബുദ്ധിയും പറയുന്നതെങ്കിൽ ഉത്തരം പറയേണ്ട ഒരു ബാധ്യത നവനാസ്തികർക്കുണ്ട്. മുഹമ്മദ് നബി കള്ളം പറഞ്ഞത് എന്തിനു വേണ്ടിയായിരുന്നു? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഒരു 100 കാരണങ്ങൾ നിങ്ങൾക്ക് പറയാം, അത് 100 എണ്ണവും ഞങ്ങൾ ഗണ്ണിച്ച് കൈ തരാം. നിങ്ങൾക്ക് കഴിയില്ല. ലോകത്ത് പലരും അതിന് ശ്രമിച്ചു നോക്കിയിട്ടുണ്ട്, പക്ഷേ പരാജയപ്പെടുകയാണ് ചെയ്തത്. മുഹമ്മദ് നബി പ്രവാചകനാണെന്ന് വ്യാജം പറഞ്ഞത് ഇന്ന ലക്ഷ്യത്തിനായിരുന്നു എന്ന് പറയാമോ? അല്ല, വെറുതെ അങ്ങൊരു കള്ളം പറഞ്ഞു. അയ്യോ, അങ്ങനെ വെറുതെ പറയില്ല. കാരണം ആ കള്ളം നിങ്ങൾ പറയുന്നതുണ്ടല്ലോ പ്രവാചകത്വം. ആ പ്രവാചകത്വം വാദിച്ചത് കൊണ്ട് അദ്ദേഹം ഈ ലോകത്ത് ഏറ്റ പീഡനങ്ങൾക്ക് കയ്യും കണക്കുമില്ല. അങ്ങനെ ഒരു മനുഷ്യൻ കളവ് പറഞ്ഞിട്ട് സ്വയം സമുദായത്തിന്റെ പീഡനം ഏറ്റെടുക്കുകയൊന്നുമില്ല. ലോക ചരിത്രത്തിൽ അതിന് സമാനതകളില്ല, ഉദാഹരണങ്ങളില്ല. യുക്തിവിരുദ്ധമാണ് നിങ്ങൾ പറയണത്. അങ്ങനെ നടക്കില്ല. മനുഷ്യൻ അങ്ങനെ ചെയ്യാൻ പോണില്ല. മനുഷ്യൻ നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് കള്ളം പറയണത്. സ്വയം തല്ലുകൊള്ളാൻ വേണ്ടി ആരും കള്ളം പറയാറില്ല. മുഹമ്മദ് നബിക്ക് എന്ത് നേട്ടമുണ്ടായി? അല്ലെങ്കിൽ പോട്ടെ, മുഹമ്മദ് നബി കളവ് പറയുന്ന ആളായിരുന്നോ? ഞങ്ങൾക്ക് മുസ്ലിങ്ങൾക്ക് കാര്യം ഉറപ്പുണ്ട്, അദ്ദേഹം കളവൊന്നും പറയില്ല. നിങ്ങളുടെ അഭിപ്രായം എന്താ? പറയാൻ പറ്റണില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ച കാലത്ത് അദ്ദേഹത്തെ കണ്ടും അദ്ദേഹത്തെ കേട്ടും അദ്ദേഹത്തെ അനുഭവിച്ചും ജീവിച്ചിരുന്ന ജനത പറയുന്നു ഇദ്ദേഹം കള്ളം പറയാറില്ല. അപ്പൊ പിന്നെ 1500 കൊല്ലം കഴിഞ്ഞിട്ട് ജനിച്ച നിങ്ങളാണോ സർട്ടിഫിക്കറ്റ് കൊടുക്കണത് കള്ളം പറയുമെന്ന്? നിങ്ങൾ കേട്ടിട്ടുണ്ടോ കള്ളം പറയണത്? നിങ്ങൾ എവിടെ നിന്നാ കേട്ടത്? മുഹമ്മദ് നബി കള്ളം പറഞ്ഞത് നിങ്ങൾ എവിടെ നിന്ന് കേട്ടു? മുഹമ്മദ് നബിയുടെ സംസാരം കേട്ടിരുന്ന, അദ്ദേഹത്തെ അനുഭവിച്ച് അദ്ദേഹത്തെ കൂടെ ജീവിച്ചിരുന്ന ആളുകൾ, അതിൽ ശത്രുക്കളുണ്ട്, മിത്രങ്ങളുണ്ട്. എല്ലാവരും ഒരുപോലെ പറയുന്നു ഇദ്ദേഹം കള്ളം പറയുന്ന വ്യക്തിയല്ല, അദ്ദേഹം കള്ളം പറഞ്ഞിട്ടില്ല. ചരിത്രത്തിൽ ഇഷ്ടംപോലെ രേഖകളുണ്ട്. ഞാൻ നീട്ടി പറഞ്ഞിട്ട് സമയം കളയണില്ല. അദ്ദേഹത്തിനെ അൽ അമീൻ എന്ന ആളുകൾ വിളിച്ചിരുന്നു എന്ന് ചരിത്രത്തിൽ എഴുതിയിട്ടുണ്ട്. അൽ അമീൻ, അതൊക്കെ നിങ്ങൾ മുസ്ലിങ്ങൾ എഴുതിയ ചരിത്രമല്ലേ, ഞങ്ങളതൊന്നും സ്വീകരിക്കില്ല. മുസ്ലിങ്ങൾ എഴുതിയ വായിക്കണ്ട, അല്ലാത്ത ചരിത്രം ധാരാളം കിട്ടാനുണ്ട്. യൂറോപ്യന്മാരും മുഹമ്മദ് നബിയെ വിമർശിക്കാൻ വേണ്ടി ഗ്രന്ഥങ്ങൾ എഴുതിയ ഓറിയന്റലിസ്റ്റുകൾ വരെ അവരുടെ ഗ്രന്ഥത്തിൽ മുഹമ്മദ് നബി അങ്ങനെ കള്ളം പറയുന്ന ആളായിരുന്നില്ല, ജനങ്ങൾ അദ്ദേഹത്തെ അൽ അമീൻ, ദി ട്രൂത്ത്ഫുൾ എന്നായിരുന്നു വിളിച്ചിരുന്നത് എന്ന് സർ വില്യം മൂർ എഴുതി വെക്കുന്നു. ദ ലൈഫ് ഓഫ് മുഹമ്മദ് എന്ന പുസ്തകം ഒന്ന് വായിച്ചു നോക്കാം. നിങ്ങൾക്ക് വായിക്കണ ശീലം ഇല്ല എന്ന് എനിക്കറിയാം, എന്തായാലും വെറുതെ പറയാണ്. വില്യം മൂർ ഇസ്ലാമിനെ അനുകൂലിച്ച് സംസാരിച്ച ആളൊന്നുമല്ല. അദ്ദേഹം ഇസ്ലാമിനെ ധാരാളമായി വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് എഴുതിയപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇല്ല, മുഹമ്മദ് നബിയെ നാട്ടുകാർ മുഴുവനും അല്ലമീൻ എന്നായിരുന്നു വിളിച്ചിരുന്നത്, അദ്ദേഹം അങ്ങനെ കളവ് പറയുന്ന ആളായിരുന്നില്ല എന്ന് അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ മുസ്ലിം ചരിത്രം വായിക്കേണ്ട, വേറെ ആരോ എഴുതിയ ചരിത്രങ്ങൾ വായിക്കേ. എന്നിട്ട് മുഹമ്മദ് നബി ജീവിതത്തിൽ കള്ളം പറഞ്ഞിരുന്നോ എന്ന് നിങ്ങളൊന്ന് പറ. എവിടെയാ ഉള്ളത്? മുഹമ്മദ് നബിക്ക് പ്രവാചകത്വം കിട്ടി, അതാണല്ലോ വ്യാജെന്ന് നിങ്ങൾ പറയണത്. ചരിത്രം പറയണത് കുറച്ച് ദിവസം കഴിഞ്ഞ് അദ്ദേഹം മക്കയിലെ സഫ എന്ന് പറയുന്ന ഒരു കുന്നിന് മുകളിൽ കയറുന്ന ഒരു സംഭവം ചരിത്ര ഗ്രന്ഥം പറയുന്നുണ്ട്. ആ കുന്നിന് മുകളിൽ കയറിയിട്ട് അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ഗോത്രങ്ങളുടെയും പേരെടുത്ത് ഉച്ചത്തിൽ വിളിച്ചു, വരുവിൻ. എല്ലാ നാട്ടുകാരും ആ
കുന്നിന് ചുറ്റും സന്നിഹിതരായി ആ സമയത്ത് അദ്ദേഹം ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഈ കുന്നിന്റെ താഴ്വാരത്തുകൂടെ ഒരു കുതിരപ്പട നിങ്ങളെ ആക്രമിക്കാൻ വരുന്നുണ്ട് എന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അകുന്തും മുസദ്ദിഖിയ്യ, നിങ്ങൾ എന്നെ വിശ്വസിക്കുമോ? അതൊരു ചോദ്യമാണ്. അന്ന് അദ്ദേഹത്തെ കേട്ടും അനുഭവിച്ചും അദ്ദേഹത്തിന്റെ കൂടെ 40 വർഷത്തോളം ജീവിക്കുകയും ചെയ്ത ആ ജനത എന്തോ ഒരു മറുപടി പറയണ്ടേ? അവര് പറഞ്ഞ മറുപടി എന്താ? മാ ജറബ്ന അലൈക ഇല്ലാ സിദ്ഖ, നിന്നിൽ നിന്ന് സത്യമല്ലാതെ സത്യസന്ധതയല്ലാതെ മറ്റൊന്നും ഇതുവരെ ഞങ്ങൾക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവർക്കാർക്കും സംശയം ഉണ്ടായില്ല. സൈന്യം ആക്രമിക്കാൻ വരുന്നു എന്ന് നീ പറഞ്ഞ ആക്രമിക്കാൻ വരുന്നുണ്ടെന്ന് ഞങ്ങളങ്ങ് വിശ്വസിക്കും. കാരണം നീ വിശ്വസ്തനാണ്. അപ്പോ കൂടെ നടന്നവരെല്ലാവരും അദ്ദേഹം വിശ്വസ്തനാണ്, കള്ളം പറയാറില്ല എന്ന് സമ്മതിച്ചതാ. പക്ഷെ അദ്ദേഹത്തെ കാണുകയോ കേൾക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലാത്ത 1500 കൊല്ലം കഴിഞ്ഞ് ജനിച്ച ഇവന്മാർ ഇവിടെ നിന്ന് പറയുന്നു മുഹമ്മദ് കള്ളം പറയും. നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? എങ്ങനെ മനസ്സിലായി? നിങ്ങൾ കേട്ടോ? നിങ്ങൾ കണ്ടോ? ഇല്ലല്ലോ. അതല്ല, ഇപ്പം നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സയൻസിന്റെ കുഴലിലൂടെ ഇത് പരിശോധിച്ച് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ? ഇവർക്ക് എല്ലാം സയൻസിന്റെ കുഴലിലൂടെ തെളിയിച്ചാലേ വിശ്വാസം വരുള്ളൂ. 1500 കൊല്ലം മുമ്പ് ജീവിച്ചിരുന്ന മുഹമ്മദ് നബി കള്ളം പറയാറുണ്ടായിരുന്നു എന്ന് സൾഫ്യൂരിക് ആസിഡും നൈട്രിക് ആസിഡും ടെസ്റ്റ് ട്യൂബിൽ ഇട്ടിട്ട് നിങ്ങൾ പരിശോധിച്ച് കാണിച്ചു തരുമോ? ഇതെങ്ങനെയാണ്? എന്തു തെളിവാ കയ്യിലുള്ളത്? ഒന്നും ഇല്ലല്ലോ. അക്കാലഘട്ടത്തിൽ ജീവിച്ച ജനതയുടെ അതോറിറ്റി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അത് അദ്ദേഹം കള്ളം പറയാറില്ല എന്നാണ് തെളിയിച്ചിട്ടുള്ളത്. കള്ളം പറയാറുണ്ടായിരുന്നു എന്നതിന് തെളിവില്ല. കള്ളം പറയാറുണ്ടായിരുന്നു എന്ന് പറയുന്നവർ പറയുന്നതാണ് കള്ളം. അപ്പോ അദ്ദേഹം അല്ലമീനായിരുന്നു, വിശ്വസ്തനായിരുന്നു, കള്ളം പറയുന്ന സ്വഭാവമൊന്നും ഇല്ലാത്തൊരു മനുഷ്യനായിരുന്നു. 40 വർഷക്കാലം അങ്ങനെ തന്നെയാണ് അദ്ദേഹം ജീവിച്ചത്. 40 വർഷം കഴിഞ്ഞപ്പോഴാണ് ആദർശപരമായി ചില പുതിയ പ്രഖ്യാപനങ്ങൾ അദ്ദേഹം പ്രഖ്യാപിച്ചു. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു, മുഹമ്മദ് റസൂലുള്ളാഹ് പറഞ്ഞു, പല വിശ്വാസ കാര്യങ്ങളും പ്രഖ്യാപിച്ചു. അപ്പൊ അവിടെയുള്ള ആളുകൾ പറഞ്ഞു ഞങ്ങൾക്ക് അത് അംഗീകരിക്കാൻ കഴിയില്ല. അത് സ്വാഭാവികതയാണ്. അതിന്റെ അർത്ഥം മുഹമ്മദ് പറഞ്ഞത് കള്ളമാണ് എന്നല്ല. ആശയങ്ങൾ അംഗീകരിക്കാൻ സാധിക്കാതിരിക്കുക സ്വാഭാവികമാണ്. കോൺഗ്രസ്സുകാരൻ കമ്മ്യൂണിസ്റ്റുകാരന്റെ ആശയം അംഗീകരിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഒരു കോൺഗ്രസ്സുകാരൻ ഈ സദസ്സിലുണ്ടെന്ന് വിചാരിച്ചോളൂ. കമ്മ്യൂണിസ്റ്റുകാരന്റെ ആശയം നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അതിനർത്ഥം കമ്മ്യൂണിസ്റ്റുകാരെല്ലാം കള്ളം പറയുന്നവരാണെന്നാണോ? അവർ കള്ളവാദികളാണെന്നാണോ? അതല്ല. അത് ആശയപരമായ വൈജാത്യങ്ങളാണ്. അത് ചിന്താപരമായ ചില വ്യത്യാസങ്ങൾ മാത്രമാണ്. വ്യക്തിപരമായി ഒരു ആൾ, കമ്മ്യൂണിസ്റ്റുകാരൻ വ്യക്തിപരമായി വ്യാജനാണ് എന്നൊരു കോൺഗ്രസ്സുകാരന് പറയാൻ പറ്റില്ല, ആശയം വ്യത്യസ്തമായതുകൊണ്ട്. ഏത് കക്ഷിക്കാരും അങ്ങനെ തന്നെയാണ്. പരസ്പരം ആശയപരമായി നമുക്ക് വിരുദ്ധ ചേരിയിലിരിക്കാം. അതിനർത്ഥം മറ്റു കക്ഷിക്കാരെല്ലാവരും വ്യാജന്മാരാണ് എന്നൊന്നും അതിനർത്ഥമില്ല. അവരുടെ ആശയം എനിക്ക് മനസ്സിലായില്ല, അതുകൊണ്ട് ഞാൻ ഉൾക്കൊണ്ടില്ല. എൻ്റെ ആശയം അവർക്കും മനസ്സിലായിട്ടില്ല, അതുകൊണ്ട് ഞാൻ അത് ഉൾക്കൊണ്ടിട്ടില്ല. ഇത്രയേ അതിനർത്ഥമുള്ളൂ. മുഹമ്മദ് നബി ലാ ഇലാഹ ഇല്ലല്ലാഹും മുഹമ്മദ് റസൂലുള്ളാഹിയും പ്രഖ്യാപിച്ചപ്പോൾ അത് മനസ്സിലാക്കാൻ മറുകക്ഷിക്ക് സാധിച്ചില്ല. അവർ അവരുടെ ആശയത്തിൽ നടന്നു, ഇവർ ഇവരുടെ ആശയത്തിൽ നടന്നു. പക്ഷേ വ്യക്തിപരമായി അദ്ദേഹം കള്ളവാദിയാണെന്ന് അപ്പോഴും അവർ പറഞ്ഞില്ല. മുഹമ്മദ് നബി മക്ക ഉപേക്ഷിച്ച് മദീനയിലേക്ക് പോകുന്ന ഒരു സംഭവമുണ്ട്. ഇസ്ലാമിക ചരിത്രത്തിൽ അതിന് ഹിജിറ എന്ന് പറയും. ഈ പോകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വീട്ടിൽ കുറെ വിലപിടിപ്പുള്ള വസ്തുക്കൾ ഉണ്ടായിരുന്നു. മുഹമ്മദ് നബിയുടെ വീട്ടിൽ ആ വിലപിടിപ്പുള്ള വസ്തുക്കൾ അധികവും ശത്രുക്കളായ ഇദ്ദേഹത്തിന്റെ ആദർശം സ്വീകരിക്കാത്ത ആളുകൾ ഇദ്ദേഹത്തിന്റെ അരികിൽ സൂക്ഷിക്കാൻ വെച്ച സ്വത്തായിരുന്നു, മുതലുകളായിരുന്നു. പോകുന്ന സമയത്ത് അലിയുബ്നു അബീ താലിബിനെ വിരിപ്പിൽ കിടത്തിയിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, ഞാനും അബൂബക്കറും പോകുന്നു, ഈ സാധനമൊക്കെ അതിന്റെ ഉടമസ്ഥന്മാർക്ക് തിരിച്ചു കൊടുത്തിട്ട് നീ വരാവൂ. എന്ത് മനസ്സിലാക്കണം? മുഹമ്മദ് നബിയുടെ ആദർശത്തിൽ വിശ്വാസമില്ലാതിരുന്ന ആളുകൾ പോലും വ്യക്തിപരമായി അദ്ദേഹം നല്ലവനായിരുന്നു, വിശ്വസിച്ചാൽ ചതിക്കില്ല, കള്ളം പറയില്ല എന്ന് വിശ്വസിച്ചിരുന്നു. വിലപിടിപ്പുള്ള വസ്തുക്കൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടുപോയായിരുന്നു സൂക്ഷിച്ചിരുന്നത്.
എന്നിട്ട് നിങ്ങളിപ്പോൾ ഇരുന്നിട്ട് പറയണു മുഹമ്മദ് നബി വ്യാജമാണ്, കള്ളമാണ് പറയണത്. നിങ്ങൾ കേട്ടിട്ടുമില്ല, കണ്ടിട്ടുമില്ല. കേട്ടവരും കണ്ടവരും പറയട്ടെ, നിങ്ങളല്ല പറയേണ്ടത്. നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. അതല്ലെങ്കിൽ കള്ളമായ ഒരു മറ്റെന്തെങ്കിലും കാര്യം അദ്ദേഹം കള്ളമായി പറഞ്ഞതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ സാധിക്കും. ഇരിക്കട്ടെ, മുഹമ്മദ് നബി വിശ്വാസ കാര്യങ്ങളല്ലാതെ വേറെ പലതും പറഞ്ഞിട്ടുണ്ട്. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ കണ്ടാൽ പുഞ്ചിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വളരെ നല്ല കാര്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ ഭാഷയെ പറഞ്ഞ സദക്ക തബസ്സുമുക ഫി വജ്ഹി അഖീക സദക്ക എന്നൊക്കെ പറയും. ഒരു നല്ല കാര്യമാണ്, നിങ്ങൾ എന്ത് ചെയ്തോളൂ, ഒരാൾ മറ്റൊരാളെ കാണുമ്പോൾ ഒന്ന് പുഞ്ചിരിക്കണം. അല്ല, ഇങ്ങനത്തെ ഒക്കെ അധ്യാപനങ്ങളാണ് മുഹമ്മദ് നബി പഠിപ്പിച്ചിട്ടുള്ളത്. അല്ല, ഇതൊക്കെ വ്യാജമാണ്, ചെയ്യണ്ടേ? വേണ്ടെന്ന അഭിപ്രായമുണ്ടോ? മോശമായിരുന്നു അദ്ദേഹം പഠിപ്പിച്ചത് എന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? മുഹമ്മദ് നബി ജീവിതത്തിൽ പഠിപ്പിച്ച ഓരോന്നോരോന്ന് എണ്ണി പറയാം. അതിലേതെങ്കിലും ഒന്ന് വ്യാജമാണെന്ന് പറയാമോ? കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട്, വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ട്, മനുഷ്യന്റെ സാമൂഹിക സാംസ്കാരിക ജീവിതവുമായി ബന്ധപ്പെട്ട്, മനുഷ്യന്റെ രാഷ്ട്രീയ ജീവിതവുമായി ബന്ധപ്പെട്ട് ലോകത്തിന് മാതൃക കാണിച്ച ഏക വ്യക്തിത്വമാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതെങ്കിലും ഒന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് ഇത് സത്യമല്ല, കള്ളമാണ് എന്ന് പറയാൻ വിജ്ഞാനമുള്ള, വിവരമുള്ള ആരെങ്കിലും ഒരാൾ ഇല്ല. ഉറപ്പുള്ളതുകൊണ്ട് പറയാണ്, കഴിയില്ല ആർക്കും എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് പരസ്യമായ ഒരു വേദിയിൽ ഇത് സംസാരിക്കുന്നത്. അപ്പോ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കള്ളം പറഞ്ഞു ഇല്ല, അദ്ദേഹം കള്ളം പറയില്ല, അദ്ദേഹം കള്ളം പറയുന്നതിനായിരുന്നു എന്നതിന് ഒരു തെളിവ് പോലും എവിടെയുമില്ല. തെളിവില്ലെങ്കിൽ പിന്നെ ഞങ്ങളത് സ്വീകരിക്കില്ല. അല്ല, സംസാരിക്കുമ്പോൾ അങ്ങനെയാണല്ലോ, തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ചും അങ്ങനെയാണ്. മുഹമ്മദ് കള്ളം പറയുമെന്ന് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ പറഞ്ഞ കള്ളത്തിന്റെ ലിസ്റ്റിംഗ് തന്നേരെ. ഇന്ന കള്ളമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ജീവിതത്തിൽ ഉണ്ടോ കയ്യിൽ? ഇല്ല, ആരുടെ കയ്യിലും ഇല്ല. തെളിയിക്കാൻ പറ്റാത്ത കാലത്തോളം മുഹമ്മദ് നബി സത്യസന്ധനാണ് എന്ന വസ്തുത നിലനിൽക്കും. അതൊരു യുക്തിയാണ്, നിയമയുക്തിയാണ്. വല്ല വക്കീലന്മാരോടും ചോദിച്ചു നോക്കാം ഇതെങ്ങനെയാണ് അതിൻ്റെ ഒരു പരിപാടി എന്ന്, അവർക്ക് മനസ്സിലാവും പെട്ടെന്ന്. അപ്പോ ഉദ്ദേശമില്ലാതെ ഒരാൾ കള്ളം പറയില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിക പ്രബോധനം നടത്തിയിട്ട് താൻ പ്രവാചകനാണെന്ന് പ്രഖ്യാപിച്ചിട്ട് അദ്ദേഹത്തിന് ഭൗതികമായി എന്ത് നേട്ടമുണ്ടായി? നിങ്ങൾ അത് പറഞ്ഞാൽ മതി. ഇദ്ദേഹം പ്രവാചകത്വത്തിന് മുമ്പ് ദരിദ്രനായിരുന്നു, പ്രവാചകനായതിനു ശേഷം ഇപ്പോൾ കണ്ടോ വലിയ വലിയ കൊട്ടാരങ്ങളൊക്കെ കെട്ടിയിട്ടുണ്ട്, ജീവിത സൗകര്യങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട്, BMW കാറ് മേടിച്ചിട്ടുണ്ട്, സിറ്റിക്കകത്ത് 5 or 6 ഫ്ലാറ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒന്ന് അല്ല, പ്രത്യേകിച്ച് നേട്ടമില്ലെങ്കിൽ അല്ല, ആളുകൾ കള്ളം പറയണതും ചതിക്കണതൊക്കെ ഇതുണ്ടാക്കാനാണല്ലോ. ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നേട്ടം, ഭൗതികാർത്ഥത്തിൽ ജീവിതം എന്താണ് ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ എൻജോയ് ചെയ്യാൻ ആവശ്യമായ എന്തെങ്കിലും വലിയ ഭൗതികമായ പളപളപ്പുകൾ അദ്ദേഹം ഈ ഒരു വാദം ഉന്നയിച്ചതിന് ശേഷം, നബിത്വം പ്രഖ്യാപിച്ചതിന് ശേഷം അദ്ദേഹം ഉണ്ടാക്കിയെടുത്തതായിട്ട് ചരിത്രത്തിൽ കാണാൻ പറ്റുമോ? ഇല്ലല്ലോ. നേരെ മറിച്ച് കൊടും പട്ടിണി, ചുരുങ്ങിയത് 3 വർഷത്തോളം പച്ചിലകൾ തിന്ന് ഷേബു അബി താലിബിൽ ജീവിക്കേണ്ടി വന്നു. ഒരു കള്ളനും അത് ചെയ്യില്ല കേട്ടോ, എത്ര വലിയ വ്യാജവാദിയാവട്ടെ. വയറ് വിശന്ന് തുടങ്ങിയ എല്ലാ കള്ളവും പൊളിഞ്ഞു പോകും. ഇത് മനുഷ്യന്റെ മനഃശാസ്ത്രമാണ്. മുഹമ്മദ് നബി ഇത് പറഞ്ഞതിന്റെ പേരിൽ മാത്രം 3 വർഷക്കാലം സമൂഹത്തിൽ നിന്ന് ഭ്രഷ്ടനാക്കപ്പെട്ടു. അദ്ദേഹത്തെ ഒരു താഴ്വരയിൽ കൊണ്ടുപോയി താമസിപ്പിച്ചു. അവസാനം ഭക്ഷണം കിട്ടാനില്ലാതെ മരത്തിന്റെ ഇലകളും മരത്തിന്റെ തൊലിയും കടിച്ചു തിന്നേണ്ടി വന്നു. എന്തിന്? കള്ളം സംരക്ഷിക്കാനാണ്. കള്ളമായിരുന്നെങ്കിൽ അത് ഉപേക്ഷിച്ച് കിട്ടുന്ന ഭക്ഷണവും കഴിച്ചുകൊണ്ട് ജീവിക്കായിരുന്നു. കള്ളന്മാർ ഒരിക്കലും ഇങ്ങനെ ത്യാഗം ചെയ്യില്ല കേട്ടോ. മനുഷ്യന്റെ മനഃശാസ്ത്രം അറിയില്ലെങ്കിൽ അത് പറയാം, ഞാൻ പഠിപ്പിച്ചു തരാം. ഞാൻ ഒരു സൈക്കോളജിസ്റ്റാണ്, ഡോക്ടർ എന്ന് പറയുമ്പോൾ ഞാൻ സൈക്കോളജി പഠിച്ച ആളാണ്. അതുകൊണ്ടാണ് മനുഷ്യന്റെ മനഃശാസ്ത്രം അങ്ങനെയാണ്. പട്ടിണി കിടക്കാൻ വേണ്ടിയിട്ട് ആരും ഒരിക്കലും കള്ളം പറയാൻ പോണില്ല. മനുഷ്യന് നേട്ടമുണ്ടാകാനാണ് മനുഷ്യൻ കള്ളം പറയുന്നത്. മുഹമ്മദ് നബിയുടെ ജീവിതം നിങ്ങൾ പഠിച്ചു നോക്കിയിട്ടുണ്ടോ? അദ്ദേഹം ജീവിച്ചത് എങ്ങനെയാണ്? അദ്ദേഹത്തിന് നമ്മളൊക്കെ കഴിക്കുന്നത് പോലെ ഏറ്റവും മിനിമം ദിവസത്തിൽ 3 നേരം വയറ് നിറയെ ആഹാരം കഴിച്ച വ്യക്തിയായിരുന്നില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. കിട്ടാനില്ല, പിന്നെ എന്തിന് കളവ് പറഞ്ഞ?
ചതിയും കളവും ഒക്കെ ചെയ്യണത്? ഏറ്റവും ചുരുങ്ങിയത് മന്തിയോ അൽഫാമോ തിന്നൂടെ, കാശുണ്ടാക്കിയിട്ട്? അദ്ദേഹത്തിന് വയറ് നിറച്ച് തിന്നാൻ പോലും കഴിഞ്ഞിരുന്നില്ല. മാ ശബിഅ ആലു മുഹമ്മദിൻ മിൻ ഖുബ്സി ബുർരിൻ ഹത്താ സലാസതി അയ്യാം ഔ സലാസത അയ്യാമിൻ ഹത്താ ഖുബിള. പല റിപ്പോർട്ടുകളുണ്ട്. 3 ദിവസം തുടർച്ചയായി ഗോതമ്പിന്റെ റൊട്ടി തിന്നാൻ പോലും കഴിയാത്ത വ്യക്തിയായിരുന്നു മുഹമ്മദ് നബി. അത് ചരിത്രമാണ്. 3 ദിവസം തുടർച്ചയായി ഭക്ഷണം കഴിക്കാൻ അദ്ദേഹത്തിന്റെ വീട്ടിലില്ലായിരുന്നു.